നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തെരുവ് കച്ചവടം ഒഴിപ്പിക്കാനുള്ള നഗരസഭാ തീരുമാനം നടപ്പിലായില്ല. ഒഴിപ്പിക്കൽ കണക്കെടുപ്പിൽ ഒതുങ്ങി. തിരൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. വെള്ളിയാഴ്ച ദിവസം ഗൾഫ് മാർക്കറ്റിലെ കടകൾ തുറന്നാൽ ഈ ദിവസത്തെ തെരുവ് കച്ചവടം അവസാനിപ്പിക്കാമെന്ന് തൊഴിലാളികൾ. തെരുവുനായകൾക്ക് വെള്ളിയാഴ്ച മുതൽ വന്ധീകരണ വാക്സിൻ നൽകാൻ തീരുമാനിച്ചതായി നഗരസഭാ അധ്യക്ഷ. തെരുവ് കച്ചവടം നടത്താൻ ഗുണ്ടാ പിരിവ് ആരോപണവുമായി ചേംബർ ഓഫ് കൊമേഴ്സ്. തിരൂർ ഗൾഫ് മാർക്കറ്റ് വെള്ളിയാഴ്ച അവധി പിൻവലിക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി. വിശദമായ വാർത്തകൾ. തിരൂർ ഗൾഫ് മാർക്കറ്റിലെ വെള്ളിയാഴ്ച തെരുവ് കച്ചവടം ഒഴിപ്പിക്കാനുള്ള നഗരസഭാ തീരുമാനം നടപ്പിലായില്ല. രാവിലെ 9 മണിയോടെ നഗരസഭാ ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും ഒഴിപ്പിക്കൽ നടപടി പിൻവലിച്ച് കച്ചവടക്കാരുടെ കണക്കെടുപ്പ് മാത്രമാണ് നടന്നത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് നഗരസഭാ ഉദ്യോഗസ്ഥരും പോലീസും തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ഗൾഫ് മാർക്കറ്റിലെത്തിയത്. എന്നാൽ ഒഴിപ്പിക്കാനുള്ള നീക്കം പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. കൗൺസിൽ തീരുമാനപ്രകാരമാണ് ഒഴിപ്പിക്കാനെത്തിയതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ തീരുമാനം രേഖാമൂലം കാണിച്ചു തരണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. കൗൺസിൽ തീരുമാനം തുടർന്ന് ഒഴിപ്പിക്കൽ തീരുമാനം പിൻവലിച്ച് കച്ചവടക്കാരുടെ കണക്കെടുപ്പ് മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്തത്. വെള്ളിയാഴ്ച ദിവസം ഗൾഫ് മാർക്കറ്റിൽ കടകൾ തുറക്കാറില്ല. ഈ സമയത്ത് മാത്രമാണ് ഇവിടെ തെരുവ് കച്ചവടം നടക്കുന്നതെന്ന് തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. നടുവിലങ്ങാടിയിൽ വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ നടുവിലങ്ങാടി തൊട്ടിക്കണ്ടിൽ ഷിഹാബുദ്ദീന്റെ മകൾ അഫുവ, നടുവിലങ്ങാടി നരിക്കോട്ട് സജീവന്റെ മകൾ തൃഷ്ണ എന്നിവർക്ക് പരിക്കേറ്റു. കുട്ടികളെ കാലിന് നിസ്സാര പരിക്കുകളോടെ തിരൂർ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവർക്കും വീട്ടുമുറ്റത്തു നിന്നാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. തിരൂർ ജില്ലാശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇരുവരും വീട്ടിലേക്ക് മടങ്ങി. കൂടാതെ നടുവിലങ്ങാടി അണ്ണച്ചമ്പള്ളി നൌഷാദിന്റെ മകൻ നിഹാലിന് നേരെയും തെരുവുനായ ആക്രമണത്തിന് മുതിർന്നെങ്കിലും ദേഹത്ത് കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. നിഹാലിന്റെ വസ്ത്രത്തിലാണ് തെരുവുനായയുടെ കടിയേറ്റത്. കൂട്ടുകാർക്കൊപ്പം റോഡരികിൽ നിൽക്കുമ്പോഴായിരുന്നു നിഹാലിന് നേരെ തെരുവുനായ പാഞ്ഞെടുത്തത്. 3 പേർക്കുനേരെ ഒരേ തെരുവുനായ തന്നെയാണ് ആക്രമണം നടത്തിയത്. ഇതേ തെരുവുനായ വീട്ടമ്മയുടെ പിന്നാലെ പാഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വീട്ടമ്മ നിലത്ത് വീഴുകയും ചെയ്തു. പ്രദേശത്തെ ഒഴിഞ്ഞ പറമ്പുകളിൽ പൊന്തക്കാടുകൾ വ്യാപകമായതാണ് തെരുവുനായ ശല്യം രൂക്ഷമാവാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ബുധനാഴ്ച തിരൂർ ജില്ലാശുപത്രിയിൽ ചെവിവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ യുവാവിന് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂർ ഗൾഫ് മാർക്കറ്റിൽ വെള്ളിയാഴ്ച തെരുവ് കച്ചവടം അവസാനിപ്പിക്കണമെന്നുള്ള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നിർദ്ദേശം തിരൂർ നഗരസഭ നടപ്പിലാക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. വെള്ളിയാഴ്ച ദിവസം ഗൾഫ് മാർക്കറ്റിലെ കടകൾ തുറന്നാൽ ഈ ദിവസത്തെ തെരുവ് കച്ചവടം നിർത്താമെന്നാണ് തെരുവ് കച്ചവടക്കാരുടെ വാദം. തിരൂർ ഗൾഫ് മാർക്കറ്റിൽ രാവിലെ മുതലേ തന്നെ പോലീസും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. തൊഴിലാളികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഒഴിപ്പിക്കൽ നടപടി നടപ്പിലായില്ല. തറ കൂലി വാങ്ങിയാണ് ഇവിടെ കച്ചവടം നടത്തുന്നതെന്ന ആരോപണം തെറ്റാണെന്നും വെള്ളിയാഴ്ച ദിവസം ഗൾഫ് മാർക്കറ്റിലെ കടകൾ തുറന്നാൽ നിലവിലെ തെരുവ് കച്ചവടം അവസാനിപ്പിക്കുമെന്നും CITU വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് അക്ബർ ഖാനാത്ത് പറഞ്ഞു. ഫോറിൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവര് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യുന്നതുകൊണ്ടാണ്
ഞങ്ങൾക്ക് ഈ ഫോറിൻ മാർക്കറ്റിലേക്ക് പിന്നെ സാധാരണ വരാത്ത സാധാ തൊഴിലാളികളും സാധാരണക്കാരും ഇവിടേക്ക് വരുന്നത്. പിന്നെ മറ്റൊരു പരാതി അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ കച്ചവടം ചെയ്യുന്നവരെടുത്തുനിന്ന് എന്താണ് തറക്കൂലി വാങ്ങുന്നുണ്ട് എന്ന്, ഒരു കൗണ്ടറിൽ നിന്ന് ഇത്ര റുപ്യ വാങ്ങുന്നുണ്ടെന്ന്. ഇതായി നിൽക്കുന്നവരൊക്കെ കച്ചവടക്കാരാണ്, ഇതിന്റെ പുറകിൽ നിൽക്കുന്നവരൊക്കെ കച്ചവടക്കാരാണ്. ഇവരെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഒരു രൂപ വാങ്ങുന്നുണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ ഞങ്ങളിത് ഇപ്പം എടുത്തു വെക്കാൻ തയ്യാറാണ്. അപ്പോൾ ഒരു പിന്നെ പ്രയാസവും ഇല്ലാതെ, പിന്നെ വെറുതെ കളവ് പറഞ്ഞ് പരത്തിയിട്ട് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതാക്കന്മാർക്ക് പിന്നെ നാട്ടിൽ ഇങ്ങനെ എപ്പോഴും ക്യാമറയിൽ ഇങ്ങനെ കാണണം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇല്ലാത്ത എന്നാ ഇവരെന്താണ് കുത്തക ഭീമന്മാരെ അടുത്തേക്ക് പോകാത്തത്? ഈ പാവപ്പെട്ട അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കച്ചവടം ചെയ്യുന്ന ഈ പാവപ്പെട്ടവരുടെ നേരക്കാണ് ഇവിടുത്തെ വലിയ വലിയ പിന്നെ കച്ചവടക്കാർ തിരിയുന്നത്. ഈ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ കച്ചവടം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവർക്ക് ബാങ്കിൽ പണം അടക്കണം. സ്വന്തം ഭാര്യന്റെ മക്കളുടെ ഒക്കെ സ്വർണം പണയത്തിൽ വെച്ചിട്ടാണ് ഇവിടെ ഓരോരുത്തർ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. ഇത് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ വ്യാപാരികളും പോലീസും വന്നുകൊണ്ട് എടുത്തു കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് അതുകൊണ്ട് അവരുടെ പിന്നെന്താ ആഗ്രഹം തീരുന്നുണ്ടെങ്കിൽ അവരത് കൊണ്ടുപോയി തിന്നോട്ടെ. അതേപോലെ തന്നെ നഗരസഭ ഞങ്ങൾക്ക് ലൈസൻസ് ID കാർഡ് തന്നിട്ടുണ്ട്. ഈ ID കാർഡ് തരുമ്പോൾ ഞങ്ങളോട് പറഞ്ഞ എന്താണ്, നിങ്ങൾ തൽക്കാലം നിങ്ങൾ എവിടെയാണോ കച്ചവടം ചെയ്യണം അവിടെ കച്ചവടം ചെയ്യും, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന സമയത്ത് നിങ്ങൾ അവിടേക്ക് മാറാന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഫോറിൻ മാർക്കറ്റിലെ പിന്നെ കച്ചവടക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ വെള്ളിയാഴ്ച ഇവിടെ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ കച്ചവടം നിർത്തും. തിരൂർ താഴെപ്പാലത്ത് താൽക്കാലിക കച്ചവടത്തിന് അനുമതി കിട്ടിയ കച്ചവടക്കാരെ സംരക്ഷിക്കാനാണ് ഇത്തരം നടപടിയിലേക്ക് നഗരസഭയും ചേംബർ ഓഫ് കൊമേഴ്സും നീങ്ങിയതെന്നും തൊഴിലാളികൾ ആരോപിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന തെരുവ് നായകൾക്ക് വെള്ളിയാഴ്ച മുതൽ വന്ധീകരണ വാക്സിൻ നൽകാൻ തീരുമാനിച്ചതായി നഗരസഭാ അധ്യക്ഷ AP നസീമ പറഞ്ഞു. കഴിഞ്ഞ ദിവസം തിരൂർ ജില്ലാശുപത്രി കോമ്പൗണ്ടിനകത്തെ ഫാർമസി വരാന്തയിൽ നിന്നും യുവാവിന് നായയുടെ കടിയേറ്റിരുന്നു. തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസം ചെവിവേദനയെ തുടർന്ന് തിരൂർ ജില്ലാശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയതായിരുന്നു പരപ്പനങ്ങാടി സ്വദേശി അജ്മൽ. ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങുന്നതിനായി ഫാർമസിയിലേക്ക് കയറിയപ്പോൾ ഫാർമസി വരാന്തയിൽ കിടക്കുകയായിരുന്ന നായ അജ്മലിനെ പിറകിൽ നിന്നും കടിക്കുകയായിരുന്നു. കടിയേറ്റ ഉടനെ അജ്മൽ ജില്ലാശുപത്രിയിൽ തന്നെ ചികിത്സ തേടി. കാലിന് പിറകുവശത്തായിട്ടാണ് കടിയേറ്റത്. സംഭവത്തെ തുടർന്ന് ആശുപത്രി സൂപ്രണ്ടിനോട് പരാതി ബോധിപ്പിച്ചെങ്കിലും നായയെ ഞങ്ങൾ ഓടിച്ചുകൊള്ളാമെന്നും സൗജന്യ ചികിത്സ നൽകാമെന്നുമായിരുന്നു സൂപ്രണ്ടിന്റെ മറുപടിയെന്ന് അജ്മൽ പറഞ്ഞിരുന്നു. പ്രശ്നത്തെ നിസാരമായിട്ടാണ് സൂപ്രണ്ട് പരിഗണിച്ചതെന്നും അജ്മൽ ആരോപിച്ചിരുന്നു. വിഷയത്തെ തുടർന്ന് അജ്മൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരൂർ നഗരസഭാ അധ്യക്ഷ AP നസീമ പ്രതികരിച്ചു. അജ്മലിന് സംഭവിച്ചത് വേദനാജനകമാണെന്നും നാളെ മുതൽ തന്നെ തെരുവ് നായകളെ വന്ധീകരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കിയതായും ചെയർപേഴ്സൺ പറഞ്ഞു. നമ്മുടെ തിരൂർ ജില്ലാ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ചികിത്സക്കെത്തിയ ഒരാളെ നായ കടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വളരെ വേദനാജനകമാണ്. നമുക്കറിയാം, തിരൂർ നഗരസഭയിലും പരിസരത്തുമായിട്ട് ഒട്ടനവധി തെരുവ് നായ്ക്കൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ അവരെ നിർത്തലാക്കുന്നതിന് വേണ്ടി അവരുടെ പിന്നെ കൂടുതലായിട്ട് അവരുടെ ഉൽപ്പാദനം നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് ABC പ്രവർത്തനങ്ങൾ നഗരസഭ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പായിട്ട് എല്ലാ തെരുവ് നായ്ക്കളെയും വാക്സിനേറ്റഡ് ആക്കാൻ, ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് നമ്മൾ അടുത്ത മാസമാണ് അത് നടത്താൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ഈ മാസം തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രയാസം ഉണ്ടായ സ്ഥിതിക്ക് ഈ മാസം തന്നെ, അതായത് നാളെ തന്നെ ഈ തെരുവ് നായ്ക്കളെ പിടിച്ച് അവയെല്ലാം വാക്സിനേറ്റഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മൃഗാശുപത്രിയിലെ ഡോക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടീമിനെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം നടത്താനിരുന്ന പദ്ധതിയായിരുന്നു ഇത്. എന്നാൽ യുവാവിന് നായയുടെ കടിയേറ്റ സംഭവത്തെ ഇനിയും വൈകിപ്പിക്കാതെ പെട്ടെന്ന് നടപ്പാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഏകദേശം 75,000 രൂപ വകയിരുത്തിയാണ് വാക്സിനേഷൻ നടപടികൾ സജ്ജമാക്കിയിട്ടുള്ളത്. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂർ ഗൾഫ് മാർക്കറ്റിൽ വെള്ളിയാഴ്ച തെരുവ് കച്ചവടം നടത്താൻ തദ്ദേശവാസി ഗുണ്ടാപിരിവ് വാങ്ങുന്നുണ്ടെന്ന ഗുരുതര ആരോപണവുമായി ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്രസന്റ്. അടുത്ത വെള്ളിയാഴ്ചക്കകം കച്ചവടം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരുവ് കച്ചവടത്തിന് ചേംബർ ഓഫ് കൊമേഴ്സ് എതിരല്ലെന്ന് ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ് പറഞ്ഞു. നഗരസഭ സോണുകളാക്കി തിരിച്ച് ഇവർക്ക് കച്ചവടം ചെയ്യാൻ സൗകര്യമൊരുക്കണമെന്നും തോന്നിയ പോലെ കച്ചവടം ചെയ്യാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടുത്തെ ഈ ഒരു സിസ്റ്റം നഗരസഭ പാലിക്കുന്ന, അല്ലെങ്കിൽ ഈ എല്ലാ റൂട്ടിലും വാളെടുത്താൻ വെളിച്ചപ്പാട് എന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടി നടക്കാൻ നമ്മൾ അനുവദിക്കില്ല. അതിന് ഞങ്ങളോടൊപ്പം ഇവിടുത്തെ വ്യാപാരി സമിതിയും കൂടി സംയുക്തമായി കൊണ്ടാണ് ഈ സമരമുഖത്ത് ഞങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇതിന്റെ കൂടെ എല്ലാ നാട്ടുകാരും, കാരണം ഇതിന്റെ ഒരു തെറ്റിദ്ധാരണയുടെ വശമുണ്ട്, വില കുറച്ച് കിട്ടുന്ന സാധനങ്ങൾക്ക് ഞങ്ങളെ പോലെയുള്ള എതിരാണെന്നുള്ള. ഒരിക്കലും അങ്ങനല്ല.
ഞങ്ങളെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിൽ നിന്നൊക്കെ ഒരു സാധനം വാങ്ങിച്ചാൽ, നിങ്ങളൊരു മിക്സി വാങ്ങിച്ചാൽ, ഇപ്പൊ അവിടെ മിക്സി വരെ വിൽക്കുന്നത് നമ്മൾ കണ്ടു. എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ചു കൊണ്ടുപോയിട്ട് അതുമായി പരിഹരിക്കാനും അതിന്റെ പ്രശ്നങ്ങൾ ഒരു കസ്റ്റമർ റൈറ്റ്സ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എല്ലാ സേവനവും കിട്ടുന്നതാണ്. പിന്നെ ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ തദ്ദേശവാസികളായ ചില ആളുകള് ഇവിടെ ഗുണ്ടാ പിരിവും നിലക്കൂലിയും വാങ്ങുന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവം. അപ്പൊ അത്തരക്കാരെ കണ്ടെത്തിക്കൊണ്ട് എന്തായിരുന്നാലും ഈ ഒരാഴ്ച ഞങ്ങളതായിട്ടുള്ള ഒരു രീതി ഞങ്ങൾ ഇവിടെ എടുത്തിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ ഇതാണ് ഉണ്ടായിട്ടുള്ളത്, നടപടി ഉണ്ടായിട്ടുള്ളത്. അടുത്ത വെള്ളിയാഴ്ച ഇത് പൂർണ്ണമായി നിർത്തുന്നവരെ ഞങ്ങളെ സമരമുഖവും ഞങ്ങൾ മാറ്റേണ്ടി വരും എന്ന് മാത്രം അധികാരികളെ അറിയിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച ഇത് പൂർണ്ണമായിട്ട് ഇവിടുന്ന് ഒഴിവാകണം. വെള്ളിയാഴ്ച മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. മറ്റ് വ്യാപിച്ചു നിൽക്കുന്ന തെരുവ് വ്യാപാരത്തിനെതിരെ സമരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങളെ പറയുന്നത് എല്ലാം വ്യവസ്ഥാപിതമായിരിക്കണമെന്നാണ്. തോന്നും പോലെ കച്ചവടം ചെയ്യാൻ തിരൂർ നഗരത്തില് ഇവിടുത്തെ അംഗീകൃത വ്യാപാരികൾ എന്ന നിലക്ക് ഞങ്ങൾക്ക് അനുവദിക്കാൻ അതിനുള്ള പ്രയാസവും ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പൊതുജനങ്ങളെയും നിങ്ങളൊക്കെ അറിയിക്കുന്നത്. തിരൂർ ഗൾഫ് മാർക്കറ്റിൽ വെള്ളിയാഴ്ച തെരുവ് കച്ചവടം നടത്തുന്നവരിൽ ഭൂരിഭാഗവും തിരൂർക്കാരല്ല. ബാക്കി വന്ന കച്ചവട വേസ്റ്റുകൾ അലക്ഷ്യമായി കൂട്ടിയിട്ട് അതിന്റെ ഉത്തരവാദിത്തം തൊട്ടടുത്ത കട തുറക്കുന്ന അംഗീകൃത വ്യാപാരികളുടെ മേൽ ചാർത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശവാസി തെരുവ് കച്ചവടം നടത്തുന്നതിനായി ഗുണ്ടാപിരിവ് നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. തെരുവ് കച്ചവടക്കാരുമായി തുറന്ന യുദ്ധമില്ല. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് കച്ചവടം ചെയ്യുന്നത്. പ്രോട്ടോകോൾ പാലിച്ചുള്ള തെരുവ് കച്ചവടത്തിന് പിന്തുണയെന്ന് വ്യാപാരി വ്യവസായ സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഹസൻ ചക്കുങ്ങൽ. തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധിയായ തെരുവ് കച്ചവടമാണ് അനിയന്ത്രിതമായി വ്യാപകമായി കൊണ്ടിരിക്കുന്നതെന്നും നഗരസഭ സംഭവം കണ്ടിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടെന്ന വ്യാപാരി വ്യവസായി സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഹസൻ ചക്കുങ്ങൽ പറഞ്ഞു. ഇവിടെ തെരുവ് കച്ചവടക്കാരും വ്യാപാരികളും തമ്മിലൊരു തുറന്ന യുദ്ധം ഒന്നുമില്ല. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു യുദ്ധം തന്നെയാണിത്. പക്ഷെ ഇതിലെ വിഷയം എന്താന്ന് വെച്ചാല് തെരുവ് കച്ചവടക്കാർ അവരെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കച്ചവടം ചെയ്യണം എന്നാണ് വ്യാപാരി സമിതി എന്ന സ്വതന്ത്ര വ്യാപാര സംഘടനയുടെ ഭാരവാഹിയ എൻ്റെ ഒരു അഭിപ്രായം. ഇതില് ഇപ്പോൾ നമ്മുടെ തിരൂർ മുനിസിപ്പാലിറ്റി എടുത്താൽ തലക്കാട് മുതൽ ഇവിടെ നമ്മുടെ നടുവിലങ്ങാടി വരെ നമ്മുടെ റോഡിൽ എന്താ നടക്കുന്നത് വൈകുന്നേരം? ഈ മത്സ്യ കച്ചവടം, പച്ചക്കറി കച്ചവടം, ഇതിന്റെ പിന്നുണ്ടാവുന്ന അപകടങ്ങൾ. അവരെന്ത് പ്രോട്ടോകോളാണ് പാലിക്കുന്നത്? അവിടെ പ്ലാസ്റ്റിക് നിരോധനം ഇല്ല. അവിടെ നിങ്ങൾ തൂക്കിക്കുന്ന കടകളിൽ നിന്ന് 1 കിലോ വാങ്ങിക്കുമ്പോൾ അവിടെ 900 ഉള്ളൂ. ഇങ്ങനെ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവും. അതിന്റെ നേരെ മുനിസിപ്പാലിറ്റി കണ്ണു തുറക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇവിടുത്തെ ഈ ഗൾഫ് ബസാറിലെ വിഷയം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ വെള്ളിയാഴ്ചകൾ കട തുറന്നാൽ അവസാനിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളൂ. പിന്നെ മുനിസിപ്പാലിറ്റിയോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടുത്തെ ഹബ്ബുകൾ, തെരുവ് കച്ചവട ഹബ്ബുകൾ അടിയന്തരമായിട്ട് സ്ഥാപിച്ചേ പറ്റൂ. അതിന്റെ പിന്നിൽ നടക്കുന്ന മുനിസിപ്പാലിറ്റി നടക്കുന്ന കൈക്കൂലിയാണ് ഇതിന് പിന്നിൽ സംസാരമുണ്ട്. അവിടുത്തെ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിച്ച് അതിനെ നീട്ടി കൊണ്ടുപോയി അത് ലാഗ് ചെയ്ത് പോകുന്നതാണ്. ആ ഹബ്ബ് തുറക്കാതിരിക്കാവുന്ന പരാതികൾ വേറെ വരുന്നുണ്ട്. നമുക്ക് എതിര് പറയാനുള്ളത് എല്ലാ തെരുവ് കച്ചവടക്കാരോടും പറയാനുള്ളത്, ഞങ്ങൾ വ്യാപാരികൾ നിങ്ങൾക്ക് എതിരല്ല. നിങ്ങൾ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ കച്ചവടം ചെയ്യേ. നിങ്ങൾക്ക് കാർഡ് ഉണ്ടായിരിക്കും, എവിടെ ഇരിക്കണം എന്നുള്ള നിയമം ഉണ്ടായിരിക്കും. അല്ലാതെ എല്ലാ സ്ഥലത്തും പോയി തെരുവ് കച്ചവടം നടത്തുക എന്നുള്ള വ്യാപാരികൾ സമ്മതിക്കില്ല. അത് ഒരിക്കലും സംഘടന സമ്മതിച്ചു തരില്ല. അതാണ് ഞങ്ങൾ തീരുമാനം. പിന്നെ എത്രയും പെട്ടെന്ന് ഈ ഹബ്ബ് തുടങ്ങാനുള്ള എല്ലാ സംവിധാനവും നിങ്ങൾ സമരങ്ങൾ ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം അത് ചെയ്യാത്തിടത്തോളം കാലം ഇവിടെ സമരം ചെയ്യുന്ന എല്ലാ സമരങ്ങളും ഞങ്ങൾ ചെയ്യും. 2 വ്യാപാര സംഘടനകൾ ചെയ്യും. തിരൂർ ഗൾഫ് മാർക്കറ്റിലെ വെള്ളിയാഴ്ച ഒഴിവ് മാറ്റണം. തെരുവ് കച്ചവടത്തിനായി ഹബ്ബുകൾ നിലവിൽ വരണം. നഗരസഭ ഈ തീരുമാനം അട്ടിമറിക്കുന്നതിൽ ചില ഉദ്യോഗസ്ഥരാണെന്നും അദ്ദേഹം ആരോപിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.